ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ നാച്ചുറൽ ആയിട്ടുള്ള 2 ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യത്തേത് ഫേസിൽ നല്ല ഗ്ലേസിംഗ് കിട്ടാനുള്ള ടിപ്പും രണ്ടാമത്തേത് കൈമുട്ടിലെ കറുപ്പ് മാറ്റാനുള്ളതുമാണ്. ആദ്യം നമുക്ക് കൈമുട്ടിലെ കറുപ്പ് മാറ്റാനുള്ള ടിപ്സ് നോക്കാം. കൈമുട്ടിലെ കറുപ്പ് മാറ്റാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1 സ്പൂൺ നാരങ്ങ നീര്, 2 സ്പൂൺ വിനീഗർ, 1 സ്പൂൺ പാൽപ്പൊടി. ഇനി ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിനി കൈമുട്ടിൽ നന്നായി തേച്ചു പിടിപ്പിക്കാം. നന്നായി തേച്ചു പിടിപ്പിച്ച് അരമണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകി കളയാം. ചെറിയ കറുപ്പുള്ളവർക്ക് 4-5 ദിവസം ഇങ്ങനെ തേച്ചാൽ മാറിക്കിട്ടും. ഒരുപാട് കറുപ്പാണെങ്കിൽ കുറച്ച് ദിവസം ചെയ്യേണ്ടി വരും. ഇനി ഫേസിന് ഗ്ലേസിംഗ് കിട്ടാൻ വേണ്ടി എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നത് നോക്കാം. ഇത് 2 സ്പൂൺ കുക്കുംബർ പേസ്റ്റ് ആണ്. ഇത് മിക്സിയിൽ അരച്ചെടുത്തതാണ്. ഇത് 1 സ്പൂൺ പഞ്ചസാര. ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ഫേസിൽ തേച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഫേസിൽ തേച്ചു പിടിപ്പിക്കാം. തേച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലൊരു സ്ക്രബും കൂടെയാണ്. നന്നായി മസാജ് ചെയ്താൽ നല്ല ഗ്ലേസിംഗ് കിട്ടും. ഇത് ഡെയിലി ചെയ്യുന്നത് വളരെ നല്ലതാണ്.
നന്നായി മസാജ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റിന് ശേഷം ഇത് കഴുകിക്കളയാം. ഞാൻ നന്നായി കഴുകിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഒരു ചെറിയൊരു ഗ്ലേസിംഗ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു കുക്കുമ്പർ അരച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇടയ്ക്ക് അതും എടുത്ത് ഇത്തിരി പഞ്ചസാരയും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് സ്ക്രബായിട്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. കിച്ചണിലൊക്കെ ജോലി ചെയ്യുമ്പോഴും സ്ക്രബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ടാലും മതി, നല്ല ഗ്ലേസിംഗ് കിട്ടും. ഇത് സ്ഥിരമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫേസിൽ നല്ല ഗ്ലേസിംഗ് കിട്ടും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക. ഞങ്ങളുടെ പുതിയ വീഡിയോസ് കാണാനായി സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോസ് മിസ് ആവാതിരിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ഷോർട്ട് ബ്രേക്ക്.